ഇറാൻ യുദ്ധം തുടങ്ങിയിട്ട് 3 മാസത്തോളം ആകുന്നു. 40 ദിവസം കഴിഞ്ഞപ്പോൾ വെടിനിർത്തൽ പ്രഖ്യാപനമുണ്ടായി. പക്ഷേ യുദ്ധം പുനരാരംഭിക്കുന്നതിനെ കുറിച്ചുള്ള ആലോചനയിലാണ് യുഎസും ഇസ്രയേലും ഇപ്പോൾ. എന്നാൽ നേതാക്കൾ തമ്മിൽ ഭിന്നത ഉണ്ട് എന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. വിഷയത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്നും യുദ്ധം തുടരണമെന്ന നെതന്യാഹു കടുത്ത നിലപാട് സ്വീകരിച്ചു എന്നുമാണ് റിപ്പോർട്ടുകൾ. ഇരു നേതാക്കളും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ പിരിമുറുക്കമുള്ള സംഭാഷണവും നടന്നിട്ടുണ്ട്. ഇറാനെതിരെ വ്യോമാക്രമണം പുനരാരംഭിക്കണമെന്ന് ഇസ്രായേൽ നിർബന്ധം പിടിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാൻ ഭരണകൂടത്തെ ദുർബലപ്പെടുത്തുന്നതിനായി സൈനിക ശേഷിയും അടിസ്ഥാന സൗകര്യങ്ങളും തകർക്കണമെന്നും ഇതിനായി നേരത്തെ തീരുമാനിച്ച പോലെ യുദ്ധം പുനരാരംഭിക്കണമെന്നുമായിരുന്നു ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നിലപാട്. എന്നാൽ യുദ്ധം അവസാനിപ്പിക്കാൻ ഇറാന് ഒരു അവസരം കൂടി നൽകാമെന്നായിരുന്നു ട്രംപ് ആഗ്രഹിച്ചത്. ഇതിൽ വിജയം കണ്ടില്ല എങ്കിൽ യുദ്ധം പുനരാരംഭിക്കാൻ താൻ തയ്യാറാണ് എന്നുകൂടി ട്രംപ് അറിയിച്ചിട്ടുണ്ട്. യുദ്ധം ഔപചാരികമായി അവസാനിപ്പിക്കുന്നതിനായി ഇരു രാജ്യങ്ങളും ഒപ്പുവെക്കാൻ ഒരു ഇന്റന്റ് ലെറ്റർ തയ്യാറാക്കുന്നുണ്ട് എന്നും ഖത്തറും പാകിസ്ഥാനും മധ്യസ്ഥരായി പ്രവർത്തിക്കുന്നുണ്ട് എന്നും ട്രംപ് നെതന്യാഹുവിനോട് പറഞ്ഞതായി ആക്സിയോസ് റിപ്പോർട്ട് ചെയ്യുന്നു. ധാരണാപത്രത്തിൽ ഒപ്പിടുന്നതിലൂടെ ചർച്ചകൾക്കായി 30 ദിവസം ലഭിക്കും. ഈ കാലയളവ് ഇറാന്റെ ആണവ പദ്ധതി, ഹോർമൂസ് കടലിടുക്ക് തുറക്കൽ തുടങ്ങിയ വിഷയങ്ങളെ കുറിച്ചുള്ള ചർച്ചകൾക്ക് പ്രയോജനപ്പെടുത്താനാകും എന്നുമാണ് ട്രംപ് പറയുന്നത്. എന്നാൽ നെതന്യാഹു ഇതിനോട് വിയോജിച്ചു. ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്തതുപോലെ തുടരണമെന്ന് ട്രംപിനോട് ആവശ്യപ്പെട്ടുവെന്നും നെതന്യാഹു തന്റെ നിരാശ അറിയിച്ചതായിട്ടുമാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഇറാനുമായി ഒരു സമാധാന കരാറിലെത്താൻ അമേരിക്ക താൽപര്യം പ്രകടിപ്പിച്ചത് ഇസ്രയേലിനെ ചൊടിപ്പിച്ചിട്ടുണ്ട് എന്നാണ് വിവരം. ഇറാൻ വിഷയത്തിൽ താൻ ആവശ്യപ്പെടുന്നത് എന്തും നെതന്യാഹു ചെയ്യുമെന്നും തങ്ങൾ തമ്മിൽ നല്ല ബന്ധമാണ് ഉള്ളത് എന്നുമാണ് ട്രംപ് ഇപ്പോഴും പുറത്തു പറയുന്നത്. സമാധാന ശ്രമങ്ങളിൽ പ്രധാനമായി ഉയർന്ന വിഷയം ഇറാന്റെ സമ്പുഷ്ടീകരിച്ച യുറേനിയം മറ്റൊരു രാജ്യത്തേക്ക് മാറ്റുന്നതായിരുന്നു. അങ്ങനെ വേണമെന്ന് യുഎസും പറ്റില്ലെന്ന് ഇറാനും ആവർത്തിക്കുന്നു. ഇപ്പോഴിതാ സമ്പുഷ്ടീകരിച്ച യുറേനിയം രാജ്യത്തിന് പുറത്തേക്ക് വിടാതെ ഇറാനിൽ തന്നെ നിലനിർത്തണമെന്ന് ഇറാൻ പരമോന്നത നേതാവ് മുജ്തബ ഖമനേയി നിർദ്ദേശം നൽകിയതായി വാർത്ത വരുന്നു. യുറേനിയം നൽകിയാൽ ഭാവിയിൽ യുഎസ് ഇസ്രയേൽ ആക്രമണങ്ങൾ ഇറാനെ കൂടുതൽ ദുർബലമാക്കുമെന്നാണ് ഇറാന്റെ നിലപാട്. ഇറാനിലെ 2 മുതിർന്ന നേതാക്കളാണ് ഇത് സംബന്ധിച്ച വിവരം പങ്കുവച്ചത്. ഇറാന്റെ നിലപാട് ട്രംപിനെ പ്രകോപിപ്പിച്ചേക്കാമെന്നും യുദ്ധം അവസാനിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടുള്ള ചർച്ചകൾ കൂടുതൽ സങ്കീർണമായേക്കുമെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. ആണവായുധം നിർമ്മിക്കാൻ ആവശ്യമായ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാൻ പുറത്തേക്ക് അയക്കുമെന്ന് ട്രംപ് ഉറപ്പ് നൽകിയതായി ഇസ്രായേൽ വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സിനോട് പറഞ്ഞിട്ടുണ്ട്. സാധാരണ ഉപയോഗത്തിന് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ യുറേനിയം ഇറാൻ സമ്പുഷ്ടീകരിക്കുന്നുണ്ട് എന്നാണ് യുഎസിന്റെയും ഇസ്രായേലിന്റെയും വാദം. എന്നാൽ ആണവായുധങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നെന്ന ആരോപണം ഇറാൻ എല്ലാ കാലത്തും നിഷേധിച്ചിരുന്നു. വെടിനിർത്തലിന് പിന്നാലെ നഷ്ടങ്ങളുടെ കണക്കെടുപ്പ് തുടങ്ങിയപ്പോൾ ഇറാന് വലിയ നാശമാണ് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഇറാനിൽ നിന്ന് ഭരണകൂടം പുറത്തുവിടുന്ന വാർത്തകൾ മാത്രമേ പുറത്തുവരൂ എന്നതിനാൽ നഷ്ടത്തിന്റെ തോത് വ്യക്തമല്ല. എന്നാൽ ഇറാന്റെ ആക്രമണങ്ങളിൽ ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിൽ വലിയ നാശം ഉണ്ടായിട്ടില്ല എന്ന അമേരിക്കൻ വാദം പൊളിയുകയാണ്. ട്രംപിന്റെ അവകാശവാദങ്ങളെ പൊളിച്ചുകൊണ്ട് യുഎസിന്റെ തന്നെ ഒരു രഹസ്യാന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നു. ഇത് പ്രകാരം യുദ്ധവിമാനങ്ങളും ഡ്രോണുകളും അടക്കം യുഎസിന് വമ്പൻ നഷ്ടമാണ് ഇറാൻ വരുത്തിവെച്ചത്. കോൺഗ്രഷണൽ റിസർച്ച് സർവീസസ് ആണ് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. 42 സൈനിക വിമാനങ്ങളാണ് യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് നഷ്ടമായത് എന്ന് CRS തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നു. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി എന്ന സൈനിക ദൗത്യത്തിനായി ഭാവി ചെലവുകൾ ഉൾപ്പെടെ ആകെ ചെലവ് ഇന്ത്യൻ കറൻസിയിൽ കണക്കാക്കിയാൽ 2.4 ലക്ഷം കോടി രൂപ വരുമെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. ഇറാനെ തളർത്തി എന്നൊക്കെ അവകാശപ്പെടുന്ന ഡൊണാൾഡ് ട്രംപിന്റെ വാദങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുന്നതാണ് ഈ റിപ്പോർട്ട്. പക്ഷേ യുദ്ധത്തിൽ എത്രത്തോളം നഷ്ടമുണ്ടായി എന്നത് സംബന്ധിച്ച് യുഎസ് പ്രതിരോധ വകുപ്പ് ഇതുവരെ സമഗ്രമായ വിലയിരുത്തൽ നടത്തുകയോ റിപ്പോർട്ട് പുറത്തുവിടുകയോ ചെയ്തിട്ടില്ല. അതുകൂടി ലഭിച്ചെങ്കിൽ മാത്രമേ യുദ്ധം യുഎസിനുണ്ടാക്കിയ നഷ്ടങ്ങൾ സംബന്ധിച്ച യഥാർത്ഥ കണക്കുകൾ ലഭിക്കുകയുള്ളൂ. യുഎസിന്റെ പോർവിമാനങ്ങളും ഡ്രോണുകളും അടക്കം ഏറ്റവും കുറഞ്ഞത് 42 യുഎസ് സൈനിക വിമാനങ്ങൾ തകരുകയോ കേടുപാട് സംഭവിക്കുകയോ ചെയ്തുവെന്നാണ് CRSന്റെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. പക്ഷേ ഇത് അന്തിമ കണക്കല്ല. യുദ്ധനഷ്ടങ്ങളുടെ രഹസ്യ സ്വഭാവം, ഇപ്പോഴും നിലനിന്നു പോരുന്ന പോരാട്ടങ്ങൾ, നാശനഷ്ടങ്ങളുടെ കൃത്യമായ ഉറവിടം കണ്ടെത്തൽ തുടങ്ങിയ വിവിധ കാരണങ്ങളാൽ
ഈ നഷ്ടം ഇനിയും ഉയർന്നേക്കുമെന്നും CRS തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതോടൊപ്പം ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി എന്ന് പേരിട്ട സൈനിക നടപടിയുടെ കണക്കുകൾ സംബന്ധിച്ചും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരിക്കായി ഇതുവരെ US-ന്റെ ആകെ ചെലവ് ഏകദേശം $29 ബില്യൺ എന്നാണ് CRSന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. അതായത് ഇന്ത്യൻ കറൻസിയിൽ കണക്കാക്കിയാൽ 2.4 ലക്ഷം കോടിയോളം രൂപ. യുദ്ധോപകരണങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്കും തകർന്നു വീണവയ്ക്ക് പകരം പുതിയത് വാങ്ങുന്നതിനുമുള്ള ചെലവടക്കമാണ് $29 ബില്യൺ ചിലവ് കണക്കാക്കുന്നത്. അറ്റകുറ്റപ്പണികൾക്കും പുതിയത് വാങ്ങുന്നതിനുമുള്ള കൃത്യമായ കണക്ക് US പ്രതിരോധ വകുപ്പ് സമർപ്പിച്ചിട്ടുണ്ട്. ഇതുകൂടി കണക്കിലെടുത്താണ് ചിലവ് $29 ബില്യൺ ആയി ഉയരുന്നത് എന്നാണ് CRS പറയുന്നത്. തകർന്നു വീണ അമേരിക്കൻ പോർ വിമാനങ്ങളിൽ F-15E ഈഗിളും F-35 അടക്കമുള്ള പോർ വിമാനങ്ങളും ഉൾപ്പെടുന്നുണ്ട്. 4 F-15E സ്ട്രൈക്ക് ഈഗിൾ വിമാനങ്ങളാണ് അമേരിക്കയ്ക്ക് ആകെ നഷ്ടമായത്. 3 എണ്ണം അബദ്ധത്തിൽ കുവൈറ്റ് സേന വെടിവെച്ചിട്ടപ്പോൾ 1 എണ്ണം ഇറാനിൽ തകർന്നു വീണു. ഇത് തങ്ങൾ വെടിവെച്ചിട്ടതാണ് എന്ന് ഇറാൻ അവകാശപ്പെടുന്നുണ്ട്. റഡാറിനെ പോലും കണ്ടെത്താൻ പറ്റില്ല എന്ന് വീമ്പിളക്കിയിരുന്ന F-35 യുദ്ധവിമാനം അമേരിക്കൻ വ്യോമസേനയുടെ ഏറ്റവും വലിയ കരുത്തനാണ്, അത്യാധുനിക ഒളിപ്പോരാളി. പക്ഷേ ഇറാൻ ഭൂമിയിൽ നിന്ന് തൊടുക്കുന്ന മിസൈൽ ഉപയോഗിച്ചാണ് F-35 തകർത്തത്. റഡാറിൽ പോലും തെളിയാത്ത വിമാനം ഇറാൻ എങ്ങനെ കണ്ടെത്തി എന്നത് ഇന്നും അജ്ഞാതമാണ്. വിമാനത്തിൽ നിന്ന് വമിക്കുന്ന ചൂടിനെ പിന്തുടർന്നാണ് മിസൈൽ F-35നെ തകർത്തത് എന്ന് ഒരു തിയറിയുണ്ട്. അമേരിക്കൻ നിരീക്ഷണ സംവിധാനത്തിലെ ഏറ്റവും ചിലവേറിയ MQ-4C ട്രൈറ്റൺ ഡ്രോണിന്റെ ചിലവ് ഏതാണ്ട് $250 മില്യൺ ആണ്. യുദ്ധം നടക്കുന്നതിനിടെ MQ-4C ട്രൈറ്റൺ കാണാതായി. അമേരിക്കൻ സേന തന്നെ ക്ലാസ് A അപകടത്തിലാണ് ഈ സംഭവത്തെ ഉൾപ്പെടുത്തിയത്. ഇതേ യുദ്ധകാലത്ത് 2 ഡസൻ MQ-9 റീപ്പർ ഡ്രോണുകളാണ് അമേരിക്കയ്ക്ക് നഷ്ടമായത്. ഒന്നിന് നിർമ്മാണ ചെലവ് വരുന്നത് $30 മില്യൺ. തകർന്നു വീണ F-15ലെ വൈമാനികനെ അന്വേഷിക്കുന്നതിനിടെ തകരാറ് സംഭവിച്ച ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്റർ അമേരിക്ക തന്നെ നശിപ്പിച്ചതും നഷ്ടങ്ങളുടെ കണക്കിൽപ്പെടും. ഏപ്രിൽ 7 മുതൽ തുടരുന്ന വെടിനിർത്തൽ റദ്ദാക്കി അമേരിക്ക വീണ്ടും ഇറാനെ ആക്രമിക്കാൻ തയ്യാറെടുക്കുന്നു എന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. പലകുറി ഇറാനെതിരായ ആക്രമണം പുനരാരംഭിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് ഭീഷണി മുഴക്കിയതുമാണ്. പക്ഷേ ഇതുവരെ ആക്രമണം പുനരാരംഭിച്ചിട്ടില്ല. എന്താണ് ഈ ഭീഷണി മുന്നറിയിപ്പ് കൊണ്ട് ട്രംപ് ഉദ്ദേശിക്കുന്നത് എന്ന് മാത്രം ഇപ്പോഴും മനസ്സിലാകുന്നില്ല. പക്ഷേ ഇനിയൊരു ആക്രമണത്തിന് മുതിർന്നാൽ ശത്രു പശ്ചാത്തപിക്കേണ്ടി വരുമെന്നാണ് ഇറാൻ നൽകിയിട്ടുള്ള മുന്നറിയിപ്പ്. സൈനിക നടപടികൾ പുനരാരംഭിക്കാനുള്ള വഴി തേടുകയാണ് US എന്ന് ആരോപിച്ച ഇറാൻ തങ്ങൾ കീഴടങ്ങുമെന്നാണ് അമേരിക്ക കരുതുന്നത് എങ്കിൽ അതുണ്ടാകില്ല എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. സമാധാനത്തിനായി ഇറാൻ കേഴുകയാണ് എന്ന് ട്രംപ് വീണ്ടും പറയുന്നു. എന്നാൽ ആക്രമിക്കാൻ വരുന്ന അമേരിക്കയ്ക്ക് ഒരു സർപ്രൈസ് ഒരുക്കിയിട്ടുണ്ട് എന്നാണ് ഇറാന്റെ പരിഹാസം. അമേരിക്കയുടെയും ട്രംപിന്റെയും പുതിയ നീക്കങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് ഇറാനെ സാമ്പത്തികമായും രാഷ്ട്രീയമായും സമ്മർദ്ദത്തിലാക്കുമ്പോഴും US സൈനിക ലക്ഷ്യങ്ങൾ ഉപേക്ഷിച്ചിട്ടില്ല എന്നാണ് ഇറാൻ പാർലമെന്ററി സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫ് പറയുന്നത്. ഇറാനുമേൽ അമേരിക്ക മേൽക്കൈ നേടിയതായി ട്രംപ് അവകാശപ്പെടുന്നുണ്ട്. അതേസമയം തന്നെ സമാധാന കരാറിൽ ഒപ്പിടാൻ ഇറാനെ നിരന്തരം ഭീഷണിപ്പെടുത്തി സമ്മർദ്ദത്തിലാക്കുന്നുമുണ്ട്. പക്ഷേ അതോടൊപ്പം നയതന്ത്ര ചർച്ചകൾക്ക് കൂടുതൽ സമയം നൽകാനായി മുൻപ് നിശ്ചയിച്ചിരുന്ന സൈനിക നീക്കം താൻ തടഞ്ഞതായും ട്രംപ് പറഞ്ഞിട്ടുമുണ്ട്. സംഘർഷം അവസാനിപ്പിക്കാൻ തനിക്ക് തിരക്കില്ല എന്നാണ് ട്രംപ് പറയുന്നത്. ഇറാന് ഇനി സമയമില്ല എന്നും കരാർ ഒപ്പിട്ടില്ലെങ്കിൽ രാജ്യം തന്നെ തുടച്ചു നീക്കുമെന്നും ഇറാനെ ട്രംപ് ഭീഷണിപ്പെടുത്തിയത് കഴിഞ്ഞ ദിവസമാണ്. ഇങ്ങനെ മാറ്റി മാറ്റി പറയുന്ന ട്രംപിന്റെ മനസ്സ് വായിച്ചെടുക്കാൻ പറ്റാത്തത് മധ്യസ്ഥരെയും വിഷമവൃത്തത്തിലാക്കുന്നുണ്ട്. അതേസമയം മേഖലയിൽ ഒരു യുദ്ധം ഒഴിവാക്കാൻ ഗൾഫ് രാജ്യങ്ങൾ തീവ്ര ശ്രമം നടത്തുകയാണ്. സൗദി അറേബ്യ, ഖത്തർ, UAE എന്നീ രാജ്യങ്ങളിലെ നേതാക്കൾ ചർച്ചകൾക്കായി കൂടുതൽ സമയം നൽകണമെന്ന് ട്രംപിനോട് ആവശ്യപ്പെട്ടു. കൂടാതെ പാകിസ്ഥാൻ പുതിയ സമാധാന നിർദ്ദേശങ്ങളും അമേരിക്കയ്ക്ക് കൈമാറിയിട്ടുണ്ട്. സമാധാന ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിക്കുന്നതിനായി പാകിസ്ഥാൻ ആഭ്യന്തരമന്ത്രി മൊഹസിൻ നഖ്വി വീണ്ടും ഇറാനിലെത്തി. പാകിസ്ഥാൻ സൈനിക മേധാവിയുടെ നേതൃത്വത്തിൽ നടന്ന കഴിഞ്ഞ മാസത്തെ കൂടിക്കാഴ്ചകളുടെ തുടർച്ചയായാണ് ഈ അടിയന്തര യാത്ര വിലയിരുത്തപ്പെടുന്നത്. അമേരിക്ക ഇറാൻ സമാധാന ചർച്ചകളെക്കുറിച്ച് ഇറാനി നേതാക്കളുമായി സംസാരിക്കാനാണ് നഖ്വി ടെഹ്റാനിലേക്ക് പോയത് എന്ന് വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു.